ഇന്ന് ഞായറാഴ്ചയാണ്. ഞാൻ താമസിച്ചാണ് എണീച്ചത്. ഞാൻ എണീക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് നിധിയും ഇല്ല, രാഹുലും ഇല്ല. നേരത്തെ എണീച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയി മുഖവും വായും ഒക്കെ കഴുകിയിട്ട് നേരെ അടുക്കളയിലോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മ ഇടിയപ്പത്തിനുള്ള മാവും മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. അങ്ങനെ ഞാൻ പോയി ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് ആദ്യം തേങ്ങ ചിരകി വെച്ചേക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞ് മുട്ടക്കറിക്ക് വേണ്ട സാധനം എല്ലാം എടുത്ത് സെറ്റാക്കി. ആദ്യം മുട്ടക്കറി വെച്ചേക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ ഇച്ചിരി എളുപ്പമുണ്ടല്ലോ. ഇടിയപ്പം പിഴിയുക എന്നത് ഇച്ചിരി ടാസ്ക്കുള്ള പണിയാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ പോയി സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് അതരിഞ്ഞ് വെച്ച് നേരെ മുട്ടക്കറി ഉണ്ടാക്കാൻ നിന്ന് ചട്ടി ചൂടാക്കി അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കും കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ടിട്ട് വഴറ്റുക. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്തെ മകൾ വന്നിട്ട് ഭയങ്കര അലമ്പ്. പിന്നെ അവളെ എടുത്ത് വെച്ചുകൊണ്ടാണ് ചെയ്തത്. ഇവളെ കൊണ്ട് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് രാഹുൽ അവിടെ നിന്ന് വണ്ടി പണിയുന്നു. ഇവൻ എവിടെയോ പോകാനും നിൽക്കുന്നു. പിന്നെ ഇവളെ എടുത്തുകൊണ്ട് വെച്ചുകൊണ്ട് തന്നെ പിന്നെയും വന്ന് ബാക്കി പണിഞ്ഞ്. പിന്നെ അവളെ അവിടെ ഇരുത്തി ഒരു സൈഡിലോട്ടാക്കി വെച്ച് ഞാൻ പിന്നെ പൊടിയെല്ലാം ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് അങ്ങോട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയാണ്. പിന്നെ അത് അവൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഉച്ചക്കത്തേക്ക് വേണ്ട ബീഫും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നേരെ ഇടിയപ്പം പിഴിയാൻ വേണ്ടി നിന്നെ. അങ്ങനെ എൻ്റെ സകലമാന ശക്തികളും ചേർത്തിട്ടാണ് ഞാൻ ഈ പിഴിയുന്നത്. ഇത് കാണുമ്പോൾ ഇത്ര എളുപ്പമാണെന്ന് തോന്നുന്നു. ഞാനിത് സ്പീഡിലിട്ടേക്കുന്നുണ്ടാണ്. പിന്നെ ഞാൻ ഓൾറെഡി ഇഡലിക്കുട്ടകം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമായിട്ട്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ പിഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരെ വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ ആവി കയറ്റി എടുത്തിട്ട് ഞാൻ നേരെ കാസ്ട്രോളിലോട്ടാണ് വെക്കുന്നത്. അതാകുമ്പോൾ ചൂടോടെ തന്നെ ഇരുന്നോളുമല്ലോ. പിന്നെ നിധിക്ക് ഞാൻ ഇടിയപ്പം കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാനും പോയി ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ എടുത്തിട്ട് ഞാനും കഴിച്ച്. അപ്പോൾ ഓക്കെ, ബൈ.